ഹേയ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഓർക്കണുണ്ടാവില്ലേ എന്താ ചായപാത്രത്തിൽ വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടെന്ന്. സോ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയുടെ ഡേ 1 ആണ് ഇന്ന്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതുപോലെ ഡേ 1ഉം ഡേ 2 ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ദിവസം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, പിന്നെയും ഞാൻ മെൻ്റലി അങ്ങ് ഡൗൺ ആവും, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടു പോകും. പക്ഷേ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ മെൻ്റലി അത്രയും സ്ട്രെങ്ത്ത്, അതായത് അത്രയും ബോൾഡാക്കിയിട്ട് എനിക്ക് കുറക്കണം, ഞാൻ കുറച്ചിരിക്കും എന്ന ഉറപ്പുള്ളപ്പോൾ തുടങ്ങുക. അല്ലെങ്കിൽ പകുതിയും നമ്മൾ അത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തുടങ്ങും, പിന്നെയും നിർത്തും, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പം എനിക്കൊരു ലക്ഷ്യമുണ്ട്, കാരണം എനിക്ക് ഓൾറെഡി ഞാൻ ഒരു PCOD ഉള്ള ഒരാളാണ്, എനിക്ക് ഓവർ വെയ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും നാളും എൻ്റെ വെയ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോഡി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇനി എനിക്ക് ശ്രദ്ധിക്കണം എന്നല്ല, സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ എനിക്കിനി. കാരണം അത്രയും PCOD കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കൂടെ, അതായത് നമുക്കൊരു വാട്സപ്പ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. വേറൊന്നല്ല, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു വെയ്റ്റ് ലോസ്, നല്ല പെർഫെക്റ്റ് വെയ്റ്റ് ലോസ് നമ്മളൊക്കെ ആക്കിയെടുക്കണം. അതിനായിട്ടൊരു വാട്സപ്പ് സപ്പോർട്ട് ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, ഗേൾസാണ് കേട്ടോ, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ആഡ് ആവുക കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ എംപ്റ്റി സ്റ്റൊമക്കിൽ വാട്ടറിന് എടുത്തിട്ടുണ്ട്, ഉലുവ വെള്ളമാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് ചെറുപയർ ദോശ, അതായത് പച്ചരി ചേർക്കാത്ത ചെറുപയർ ദോശയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. 2 ദോശയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്, എനിക്കിന്ന് കുടിക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 11-11:30 ആയപ്പോൾ, ബ്രഡ്ജിൻ്റെ ടൈമൊക്കെ ആയപ്പം ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വട്ടം തുടങ്ങിയിട്ട് ഞാൻ നിർത്തിയ ഒരാളാണെന്ന്. പക്ഷേ ഇത്തവണ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല തുടങ്ങിയത്. ഞാൻ അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി തുടങ്ങിയൊരു ജേണിയാണിത്. അതുകൊണ്ടിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ഈ ദിവസം ഡേ 1 ഉച്ചക്ക് എടുത്തിട്ടുള്ളത് 180 ഗ്രാം ചോറും അതുപോലെ മത്തിക്കറി ഉണ്ടായിരുന്നു മുളകിട്ടത്. പക്ഷേ ചാറെടുത്തിട്ടില്ല. ഞാൻ മീൻ മാത്രം 3 മീൻ എടുത്തിട്ടുണ്ട്, മത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാറുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാൻ ലഞ്ചിന് കഴിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു, എൻ്റെ ഒരു ദിവസം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാരണം നമുക്ക് ഓരോ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എപ്പോഴും വീഡിയോ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ടൈമിൽ ഞാൻ സീരിയസ് ആയിട്ട്, സത്യസന്ധമായിട്ട് ഞാൻ എത്രാമത്തെ ഡേ ആണോ ആ ഡേ വെച്ചിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ നൈറ്റിലത്തെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ ഞാൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 4 മണിക്കത്തെ സിനമൺ ടീയും അവിടെ റെഡി ആവുന്നുണ്ട്. 4 മണിക്ക് സിനമൺ ടീയും അതുപോലെ തന്നെ റോബസ്റ്റ ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നൈറ്റിലത്തേക്ക് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 165 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കൻ. ആ ചിക്കൻ ഓയിൽ, അതായത് ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിനകത്ത് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ബനാനയും സിനമൺ ടീയാണ്. നൈറ്റ് ഡിന്നറിന് എടുത്തിട്ടുള്ള 2 ചപ്പാത്തിയും ചിക്കനും സാലഡും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ബൈ.